ആഗോള രാഷ്ട്രീയത്തിന്റെ അസ്ഥിരമായ കാലാവസ്ഥയിൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കേവലം സാമ്പത്തിക താൽപ്പര്യങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ മാറിമറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ചില ബന്ധങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രവും സംസ്കാരവും നൽകുന്ന വേരുകളുടെ ബലമുണ്ടാകും. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം അത്തരത്തിലൊന്നാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയം സംഘർഷഭരിതമായി തുടരുന്ന ഈ കാലഘട്ടത്തിൽ ഇറാന്റെ സുപ്രീം ലീഡർ മൊജ്തബ ഖമേനിയുടെ പ്രതിനിധിയായ അബ്ദുൽ മജീദ് ഹക്കീം ഇലാഹി NDTVക്ക് നൽകിയ ഒരു പ്രത്യേക അഭിമുഖം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇന്ത്യയോട് വലിയ സ്നേഹമാണ് എന്ന ഇലാഹിയുടെ വാക്കുകൾ കേവലം ഒരു നയതന്ത്ര പ്രസ്താവന എന്നതിലുപരി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള നാഗരിക ബന്ധത്തിൻ്റെ പ്രഖ്യാപനം കൂടിയാണ്. ഈ വാക്കുകളുടെ പൊരുളും ഇന്ത്യ ഇറാൻ ബന്ധത്തിൻ്റെ ഭൂതകാലവും ഭാവിയും വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. അത് ഇന്നത്തെ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ചരിത്രത്തിൻ്റെ താളുകൾ പിന്നോട്ട് മറിച്ചാൽ പുരാതന പെർഷ്യൻ സാമ്രാജ്യവും ഇന്ത്യൻ ഉപഭൂഖണ്ഡവും തമ്മിൽ നിലനിന്നിരുന്ന വ്യാപാര സാംസ്കാരിക വിനിമയങ്ങളുടെ വലിയൊരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുൽ മജീദ് ഹക്കീം ഇലാഹി തൻ്റെ അഭിമുഖത്തിൽ അടിവരയിട്ട് പറയുന്നതും ഈ ചരിത്രപരമായ അടുപ്പത്തെക്കുറിച്ചാണ്. ഇന്ത്യയുടെ സംസ്കാരം, തത്വചിന്ത, ചരിത്രം എന്നിവയോട് ഇറാൻ്റെ ഭരണ നേതൃത്വത്തിന് വലിയ മതിപ്പാണുള്ളത്. ഭാഷാപരമായി നോക്കിയാൽ പെർഷ്യൻ ഭാഷ ഇന്ത്യൻ ഭാഷകളിൽ പ്രത്യേകിച്ച് ഹിന്ദിയിലും ഉറുദുവിലും ചെലുത്തിയ സ്വാധീനം ചെറുതൊന്നുമല്ല. കല, വാസ്തുവിദ്യ, സംഗീതം, സാഹിത്യം തുടങ്ങിയ സമസ്ത മേഖലകളിലും ഇരു സംസ്കാരങ്ങളും പരസ്പരം സ്വാധീനിച്ചിട്ടുണ്ട്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകളിലൊന്ന് പെർഷ്യൻ ആയിരുന്നു എന്നത് ഈ ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. ആഗോളവൽക്കരണത്തിൻ്റെ ഈ ആധുനിക യുഗത്തിൽ പുതിയ വാണിജ്യ കരാറുകൾ ഒപ്പുവെക്കുമ്പോഴും ഈ സാംസ്കാരിക അടിത്തറയാണ് ഇരു രാജ്യങ്ങളെയും വൈകാരികമായി ബന്ധിപ്പിച്ചു നിർത്തുന്നത്. പുതിയ സുപ്രീം ലീഡറായ മൊജ്തബ ഖമേനി ഈ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നുവെന്നാണ് ഇലാഹിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയെ കേവലം ഒരു വാണിജ്യ പങ്കാളിയായി മാത്രം കാണാതെ സമാനമായ പൈതൃകം പങ്കിടുന്ന ഒരു സുഹൃത്തായി കാണാൻ ഇറാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത്. സാംസ്കാരിക ബന്ധങ്ങൾക്കപ്പുറം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു തന്ത്രപ്രധാനമായ വാണിജ്യ പങ്കാളിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ചാബഹാർ തുറമുഖം. പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും തുടർന്ന് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപാരം നടത്തുന്നതിനായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഈ തുറമുഖം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത ഉപരോധങ്ങൾ നേരിടുമ്പോഴും ഇറാനുമായുള്ള ചാബഹാർ തുറമുഖ കരാറുമായി മുന്നോട്ടു പോകാൻ ഇന്ത്യ കാണിച്ച ആർജവം ഇറാൻ്റെ നേതൃത്വത്തിന് ഇന്ത്യയോടുള്ള മതിപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കൊറിഡോർ എന്ന ബൃഹത്തായ ഗതാഗത ശൃംഖലയുടെ പ്രധാന കണ്ണിയാണ് ഇറാൻ. ഇന്ത്യയിൽ നിന്നും ഇറാൻ വഴി റഷ്യയിലേക്കും യൂറോപ്പിലേക്കും ചരക്കുകൾ എത്തിക്കാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ആഗോള വ്യാപാര ഭൂപടത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അബ്ദുൽ മജീദ് ഹക്കീം ഇലാഹിയുടെ പ്രസ്താവന ഈ വാണിജ്യ താൽപ്പര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി വേണം നമുക്ക് വിലയിരുത്താൻ. ഉപരോധങ്ങൾക്കിടയിലും തങ്ങളെ ഒറ്റപ്പെടുത്താതെ ഒപ്പം നിൽക്കുന്ന ഇന്ത്യയുടെ നയതന്ത്ര സമീപനത്തെ സുപ്രീം ലീഡർ മൊജ്തബ ഖമേനി എത്രത്തോളം വിലമതിക്കുന്നുവെന്ന് ഈ പ്രസ്താവനയിലൂടെ ഊഹിക്കാവുന്നതാണ്. ഇത്രയേറെ അടുപ്പമുണ്ടെങ്കിലും ഇന്ത്യ ഇറാൻ ബന്ധം തികച്ചും സുഗമമായ ഒരു പാതയിലൂടെയല്ല ഇപ്പോൾ സഞ്ചരിക്കുന്നത്. നിരവധി തെറ്റിദ്ധാരണകളും ഭൗമരാഷ്ട്രീയ വെല്ലുവിളികളും ഈ ബന്ധത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യക്ക് അമേരിക്കയുമായും ഇസ്രയേലുമായുമുള്ള ശക്തമായ തന്ത്രപ്രധാനമായ ബന്ധമാണ് ഇതിലേറ്റവും പ്രധാനം. ഇസ്രയേലും ഇറാനും തമ്മിൽ നേരിട്ടുള്ള സൈനിക സംഘർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ രണ്ട് രാജ്യങ്ങളുമായും ഒരേ സമയം സൗഹൃദം കാത്തുസൂക്ഷിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നയതന്ത്ര വെല്ലുവിളിയാണ്. അമേരിക്കയുടെ ഉപരോധങ്ങൾ കാരണം ഒരു കാലത്ത് ഇന്ത്യക്ക് ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വെട്ടിക്കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരം സമ്മർദ്ദങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചെറിയ തോതിലെങ്കിലും അകൽച്ച സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഒരു രാജ്യവുമായുള്ള സൗഹൃദം മറ്റൊരു രാജ്യത്തിന് എതിരല്ല എന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത വിദേശകാര്യ നയം ഇവിടെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്രയേലുമായി പ്രതിരോധ രംഗത്ത് സഹകരിക്കുമ്പോഴും ഇറാനുമായി സാമ്പത്തിക കണക്ടിവിറ്റി മേഖലകളിൽ സഹകരിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നത് ഈ ചേരിചേരാ നയത്തിൻ്റെ വിജയമാണ്. ഇറാൻ്റെ പുതിയ നേതൃത്വത്തിനും ഇന്ത്യയുടെ ഈ ബാലൻസിംഗ് നിലപാടിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. ഇന്ത്യ ഒരിക്കലും പാശ്ചാത്യ ചേരിയുടെയോ മറ്റേതെങ്കിലും ശക്തിയുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങി തങ്ങളെ പൂർണ്ണമായും കൈവിടില്ല എന്ന വിശ്വാസം ഇറാനുണ്ട്. സുപ്രീം ലീഡർക്ക് ഇന്ത്യയോടുള്ള സ്നേഹവും ബഹുമാനവും ഉടലെടുക്കുന്നത് ഇന്ത്യയുടെ ഈ സ്വതന്ത്രമായ വിദേശകാര്യ നയത്തിൽ നിന്നുകൂടിയാണ്. അബ്ദുൽ മജീദ് ഹക്കീം ഇലാഹിയുടെ വാക്കുകൾ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാവിയിലേക്കുള്ള വ്യക്തമായ ഒരു ദിശാസൂചികയാണ്. മാറുന്ന ലോകക്രമത്തിൽ പശ്ചിമേഷ്യയിൽ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യയെപ്പോലെയുള്ള ഒരു ശക്തമായ ജനാധിപത്യ രാജ്യത്തിൻ്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് ഇറാൻ തിരിച്ചറിയുന്നു. തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടം, സൈബർ സുരക്ഷ, ഊർജ്ജ സഹകരണം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും വരും നാളുകളിൽ കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. സാംസ്കാരികമായി പരസ്പരം മനസ്സിലാക്കുന്ന രണ്ട് ജനതകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അത് ആഗോളതലത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും.
ചുരുക്കത്തിൽ NDTVക്ക് നൽകിയ അഭിമുഖത്തിലെ ആ ഒരു വാചകം കേവലം ഒരു മുഖസ്തുതിയല്ല. അത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങളുടെ തുടക്കമാണ്. സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പഴയ സുഹൃത്തുക്കളെ ചേർത്ത് പിടിക്കുന്ന ഇന്ത്യയുടെ നയതന്ത്രത്തിന് ലഭിച്ച വലിയൊരു അംഗീകാരമാണിത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സിൽക്ക് റൂട്ടിലൂടെ ആരംഭിച്ച ഈ ബന്ധം ഭാവിയിൽ കൂടുതൽ ശക്തമായ സാമ്പത്തിക സാംസ്കാരിക വിനിമയങ്ങളിലൂടെ പുത്തൻ ഉയരങ്ങൾ കീഴടക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. രാജ്യങ്ങൾ തമ്മിലുള്ള അകലം കുറയ്ക്കാൻ പൈതൃകത്തിനും സംസ്കാരത്തിനും എത്രത്തോളം സാധിക്കും എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ഇന്ത്യ-ഇറാൻ ബന്ധം മാറുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.